വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ് SCRT ടോപ്പിക്കായ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം പാർട്ട് 2 നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു, ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഭരണഘടനാ ഭേദഗതികൾ. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം ഭേദഗതി ചെയ്യാൻ പറ്റില്ല. എങ്ങനെയെല്ലാം ഭേദഗതി വരുത്താമെന്ന് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പാണ് 368 വകുപ്പ്. 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിന് മാത്രമേ ഉള്ളൂ. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഭേദഗതി ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഭേദഗതി ഏതൊക്കെയാണെന്ന് നോക്കാം. 1ാം ഭേദഗതി 1951 1ാം ഭേദഗതി നിലവിൽ വരുന്നത്. ഇതിൽ വന്ന മാറ്റം പട്ടികകളുടെ എണ്ണം 9 അതായത് ഭരണഘടന നിലവിൽ വരുമ്പോൾ പട്ടികകളുടെ എണ്ണം 8 ആയിരുന്നു, അത് 9 അടുത്ത ഭേദഗതിയാണ് 42ാം ഭേദഗതി. 1976 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഇതിലൂടെ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. അടുത്ത ഭേദഗതിയാണ് 44ാം ഭേദഗതി. 1978 പ്രാബല്യത്തിൽ വന്നത്. ഇതിലൂടെ സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി. അടുത്ത ഭേദഗതി നോക്കാം. 73ാം ഭേദഗതി 1992 നിലവിൽ വരുന്നത്. ഇതിലൂടെ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നു. അടുത്തത് 74ാം ഭേദഗതി. അതും 1992 വരുന്നത്. അതിലൂടെ നഗരപാലികാ നിയമമാണ് നിലവിൽ വന്നത്. അടുത്ത ഭേദഗതിയാണ് 86ാം ഭേദഗതി. 2002 നിലവിൽ വന്നത്. ഈ ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസം മൗലിക അവകാശമായി. അടുത്ത ഭേദഗതി 101ാം ഭേദഗതി. 2016 നിലവിൽ വന്നത്. ചരക്കു സേവന നികുതി അഥവാ GST നിലവിൽ വന്നു. ഇനി നമ്മൾ നിലവിലെ അവസാന ഭേദഗതിയിലോട്ടാണ് പോകുന്നത്. 106ാം ഭേദഗതി. വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 106ാം ഭേദഗതി. അതായത് വനിതകൾക്ക് നിയമസഭയിലും പാർലമെൻറ്റിലും 33% സീറ്റ് ഉറപ്പിക്കണമെന്ന് വരുത്തിയ അവസാന ഭേദഗതിയാണ്. നിലവിലെ അവസാന ഭേദഗതിയാണ് 106ാം ഭേദഗതി. ഇത്രയാണ് പ്രധാനപ്പെട്ട ഭേദഗതികൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ടെക്സ്റ്റിൽ ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്ക് കേശവാനന്ദ ഭാരതി കേസ് വേഴ്സസ് കേരള സർക്കാർ. 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിന് എതിരെ നൽകിയ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. 1973 ഇത് ഫയൽ ചെയ്തത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തരുത് എന്ന് സുപ്രീം കോടതി വിധിച്ചു. ഇനി നമുക്ക് അടുത്ത ബോക്സിൽ കൊടുത്തേക്കുന്ന ഒരു ടോപ്പിക്കാണ് വിദ്യാഭ്യാസം മൗലിക അവകാശം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 2002 86ാം ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയിലെ 21A വകുപ്പിൽ ചേർത്തിട്ടുണ്ട്. ഈ ഒരു ഭേദഗതി പ്രകാരമാണ് 2009 ഓഗസ്റ്റ് 4 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് ഈ ഭേദഗതിയിലൂടെയാണ്. എന്നാണ് നിലവിൽ വന്നത്? 2009 ഓഗസ്റ്റ് 4. ഇനി എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് വെച്ചാൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്നാണ് ഈ നിയമം പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ചെറു ഭരണഘടന. 1976 42ാം ഭേദഗതിയിലൂടെയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്ന വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. സുപ്രധാനമായ മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയതുകൊണ്ട് ഈ ഭേദഗതിയെ നമ്മൾ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. ഒരുപാട് മാറ്റങ്ങൾ ഈ 42ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ചെറു ഭരണഘടനയെന്നോ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നോ പറയാം. ഇനി നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നിരവധി വെല്ലുവിളികളുണ്ടാകും. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് ജനങ്ങളുടെ വ്യത്യസ്ത താല്പര്യങ്ങൾ. ജനങ്ങളെല്ലാവരും യുണീക്കാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ഒപ്പീനിയനും യുണീക്കായിരിക്കും. രണ്ടാമത്തതാണ് ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണം. അതായത് ജനങ്ങളുടെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഉള്ള നിയമനിർമ്മാണം. അടുത്ത കാരണമാണ് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ഇത്രയാണ് നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നിരവധി വെല്ലുവിളികൾ ഉണ്ടാകാൻ കാരണം. ഇതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിനോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.